ഹലോ ഗായ്സ്, പുഷ്പ 2 നാളെ റിലീസാകാൻ പോവുകയാണ്. പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് പുഷ്പ ദ റൂൾ. പുഷ്പയിലൊരു ഫേവറേറ്റ് ഡയലോഗ് എന്ന് വെച്ചാൽ ഒരു മാസ് ഡയലോഗുണ്ട്. പുഷ്പ എന്താണ് ഫ്ലവർ ആണെന്ന് വിചാരിച്ചോടാ, പുഷ്പ ഫ്ലവർ അല്ലടാ ഫയർ ആണ് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ കാണിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് അല്ലു അർജുൻ എന്ന ഒരു ആക്ടർ ഉള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു സിനിമ അതാണ് പുഷ്പ. കാരണം പുള്ളിയുടെ സ്വാഗം, പുള്ളിയുടെ ഒരു സംഭവമൊക്കെ കൊണ്ട് അടിപൊളിയായിരുന്നു. സെക്കൻഡ് പാർട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഒരു മറ്റേ അല്ലു അർജുൻ തകർത്താടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഫഹദ് ഫാസിലിയർ വേറൊരു സംഭവം കൊണ്ടത് അതിൻ്റെ പടത്തിൻ്റെ വേറൊരു ഗ്രാഫ് അങ്ങോട്ട് ഉയർത്തി സെക്കൻഡ് പാർട്ട് കാണാനുള്ളൊരു താല്പര്യം ഉണ്ടാക്കിയെടുത്തു. ചില ഇപ്പോൾ ഉള്ള സിനിമകളൊക്കെ അറിയാമല്ലോ, സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് ഡി എൻ ചന്തുവിന് വരാണ്ടായിരുന്നു സെക്കൻഡ് പാർട്ടിൻ്റെ സംഭവം. എന്ത് അവരാത് വരുന്നത്. അപ്പോൾ ഇത് പറ്റിയൊരു സെക്കൻഡ് പാർട്ട്. പിന്നെ ഇപ്പൊ തേർഡ് പാർട്ട് പുഷ്പ, പിന്നെ എന്തോന്നാണ് എൻ്റെ പേര് പറഞ്ഞു, പുഷ്പ എന്തോ സംഭവമാണ്, പുഷ്പ റൈസ് റൂള് വേറെന്തോ റാംപേജ് എന്നാണെന്ന് തോന്നുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ അതാണെന്ന് തോന്നുന്നത്. പിന്നെ അതിനകത്ത് ഐറ്റം സോങ് ചെയ്തത് സാമന്തയായിരുന്നു. ഇപ്രാവശ്യം ശ്രീലീലയാണ്. അപ്പോൾ സാമന്തയുടെ ഒരു ലെവല് പിടിക്കുമോ എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. വീഡിയോ സോങ് തിയേറ്ററിൽ പോയി കണ്ടാലേ എക്സ്പീരിയൻസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. രണ്ടും പേരും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എന്താണോ അത് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഫഹദ് ഫാസിൽ എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്രാവശ്യം രാംചരൻ്റെ ഒരു ഗെയിം ചേഞ്ചറിൻ്റെ ഒരു ട്രെയിലർ ടീസർ ഇറങ്ങിയായിരുന്നു. അതിനകത്ത് പറയുന്ന പോലെയാണ് ഫഹദ് ഫാസിൻ്റെ കാര്യം. ഐ ആം അൺപ്രെഡിക്റ്റബിൾ. പുള്ളി എന്ത് ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഭവമാണ്. പുള്ളി എന്താണ് ഇനി പുതിയതായിട്ട് എന്ന് വെച്ചാൽ പുഷ്പയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒതുക്കിക്കളയോ സ്ക്രിപ്റ്റ് ഒതുക്കിക്കളയാം. കാരണം പുള്ളീനെ അഴിഞ്ഞാടാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലു അർജുൻ സൈഡാകണ ഒരു കേസ് ഉണ്ട്. അത് അല്ലു അർജുൻ മാത്രമല്ല, ഏത് താരങ്ങളും സൈഡായി പോകും ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസിന് മുമ്പിൽ. അപ്പോൾ അത് നോക്കിയും കണ്ടൊക്കെയാണ് ചെയ്യുള്ളൂ. പിന്നെ നാളെ സിനിമ പറ്റിയാൽ ഒന്ന് കാണാൻ പോകണം എന്നുണ്ട്. അറിയില്ല എങ്ങനെയാണ് നാളത്തെ കാര്യങ്ങൾ, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അത്രേ ഉള്ളൂ. പുഷ്പ 2ൻ്റെ ഒരു ഹിറ്റാവോ ഫ്ലോപ്പാവോ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഹിറ്റുമാകാം ഫ്ലോപ്പുമാകാം. ഒരു ചെറിയൊരു സ്പാർക്ക് എവിടെയെങ്കിലുമൊക്കെ കാണാൻ കൊള്ളാവുന്ന എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിവ്യൂസ് ചെയ്യുന്നവരും കാണുന്നവരൊക്കെ അത്യാവശ്യം കയറ്റി വിട്ടോളും. ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ കങ്കുവാൻ്റെ അവസ്ഥയാവും. ഇതിങ്ങനെ അങ്ങോട്ട് ഇപ്പൊ കങ്കുവാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വന്ന സിനിമയുടെ റെക്കോർഡ് ഇട്ടേക്കണം. പുഷ്പ ഒരു 1000 കോടി ഒക്കെ വിചാരിച്ചൊക്കെ ഇറങ്ങണം. പക്ഷെ കങ്കുവിനെ വെച്ച് നോക്കുമ്പോൾ പുഷ്പയുടെ ആൾക്കാർ അത്ര തള്ളിയിട്ടില്ല. അപ്പോൾ പടത്തിനൊരു പ്രതീക്ഷയുണ്ട്. നാളെ കാണാം തിയേറ്ററിൽ. നമ്മൾ ഹിറ്റാണോ ഫ്ലോപ്പാണോ നമുക്ക് കണ്ടു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്താ പറയുക, കങ്കുവ ഒരു ബെസ്റ്റ് പടം തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വർക്കായില്ല, വേറെ പ്രേക്ഷകർക്കൊന്നും വർക്കായില്ല. പുഷ്പ എന്ന് പറഞ്ഞ സംഭവം ചിലവർക്ക് പുഷ്പ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലു അർജുൻ എന്ന് പറഞ്ഞ ഒരു പുള്ളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഡാൻസറാണ്, കിടിലനായിട്ട് ഡാൻസ് കളിക്കും. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 ഡാൻസർ ഇളയ ദളപതി വിജയാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഞാനതിനോട് യോജിക്കുന്നില്ല. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ലോണം ഡാൻസ് കളിക്കുന്നത് അല്ലു അർജുനാണ്. അത് എവിടെയും പറയാം, ചില ഫാൻസിൻ്റെ വാദമാണത്. ഓക്കെ, അപ്പോൾ വിജയ് സാർ നല്ല ഡാൻസറാണ്, പക്ഷെ നമ്പർ 1 എന്നുള്ളൊരു ഇതില്ല. അത് അല്ലു അർജുൻ ആണ്. കൊച്ചു കുട്ടികളടുത്ത് ചോദിച്ചാൽ അവരറിയാം
എൻ്റെ കാര്യമൊക്കെ. അപ്പോൾ നാളെ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, ബൈ.